ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിന്ന് രാത്രിയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ അനിയൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവർ വീടെന്ന് വെച്ചാൽ ചെറിയൊരു വീടാണ്. അനിയൻ്റെ വീട് ഒരു 450 സ്ക്വയർ ഫീറ്റ് വീടേ ഉള്ളൂ. അപ്പോൾ നാളെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, സാധാരണ എല്ലാ നമ്മളെ കസ്റ്റമറിനും അടുപ്പുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കസ്റ്റമർക്കും പറയാനുണ്ട്, ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ. അതെന്തിനാന്ന് വെച്ചാൽ, പിന്നെ അടുപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് 6 മാസം 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഓരോ ഹൗസ് വാമിങ്ങും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. നമ്മൾ അടുപ്പ് ചെയ്തിട്ട് ഏകദേശം 4 മാസമായി. അപ്പോൾ ഹൗസ് വാമിങ് നാളെയാണ്. അപ്പോൾ നമുക്ക് ഈ അടുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇതിനകത്ത് എയർ കെട്ടിക്കിടക്കും. ആ എയർ കെട്ടിക്കിടക്കുന്ന കാരണം കൊണ്ട് പല ആളുകൾക്കും ഫസ്റ്റ് ടൈം അടുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കത്തിപ്പിടിക്കാനൊരു പ്രയാസം, അല്ലെങ്കിൽ ചൂടായി കിട്ടാനൊക്കെ ഒരു പ്രയാസമൊക്കെ തോന്നാറുണ്ട്. അപൂർവം ചില കസ്റ്റമറിന്. ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ കസ്റ്റമറുടെ അടുത്തും പറയുന്നതെന്ന് അറിയോ, ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താക്കാം, ഒരു തടസ്സമില്ലാതെ കത്തിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ വിളിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ 99.9% കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണ്. അധികം ആദ്യത്തിലുള്ള കസ്റ്റമർ എന്താ പറയുക, ഫസ്റ്റ് ഹൗസ് വാമിൻ്റെ സമയത്ത് കത്തി പിടിക്കാനും പിന്നെ പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഉഷാറായി എന്ന് പറയും. അപ്പോൾ അത് തുടക്കത്തിൽ ഉഷാറാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് അടുക്കളുടെ സൗകര്യം കുറച്ചുകൂടി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മുറ്റായിരുന്നു. അതായത് ഇത് ഈ വീട്ടിൽ ഉൾപ്പെട്ട ഭാഗമല്ല ഈ കിച്ചന്. ഇവിടുത്തെ പുറത്തെ മുറ്റായിരുന്നു. അപ്പോൾ ആ മുറ്റം നമ്മളൊരു ചെറിയൊരു വർക്ക് ഏരിയ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഏരിയക്കകത്താണ് നമ്മളിവിടെ ഗ്യാസ് സ്റ്റവും സിങ്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ അടുപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുപ്പ് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അടുപ്പ് ഇതാണ്. അപ്പോൾ ഞാൻ ഈ അടുപ്പിൻ്റെ വിശേഷം പറയാൻ കാരണം എന്താ വെച്ചാലേ, നാളെ ഹൗസ് വാമിങ് അതിൻ്റെ പേരിൽ നാളെ സുബഹിക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പാല് കാച്ചുന്ന സമയത്ത് ഫസ്റ്റ് അടുപ്പ് ഉപയോഗിക്കല്ലേ. അപ്പോൾ നല്ല മനസ്സിനുള്ള റാഹത്തോടു കൂടി കത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, തലേ ദിവസം ഇതിനകത്ത് എയർ കളഞ്ഞു വെക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കർ നമ്മൾ ഇളക്കി കളയും. അപ്പോൾ അത് ഇന്ന് മൊത്തം ഞങ്ങൾ തിരക്കായതിൻ്റെ പേരിൽ വീട്ടുകാർ തന്നെ എന്താക്കി, ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കിയെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്ത് വെക്കാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, അടുപ്പ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നേരെ പോയിട്ട് തീ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീ കത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എയർ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് തള്ളിപ്പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ കത്തിക്കുക. ഒരു പേപ്പർ കത്തിച്ചിട്ട് ഈ ഹോളിനകത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കത്തുന്നതിൻ്റെ ഒരു സുഖം പോരാ. പക്ഷെ അത് നമ്മൾ കുറച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്ന എയറും തള്ളിപ്പോയി കഴിഞ്ഞാൽ നല്ല ഫ്ലോയിൽ വലിയ എന്താ അപ്പോൾ പോയി പേപ്പറിനായിട്ട് പോയി വേണ്ട, അതിലേക്ക് വലിഞ്ഞു പോകുന്നുണ്ടല്ലേ. ഇതേപോലെ ഒന്നുണ്ട് കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ നാളെ കാലത്ത് ഇവർ പാല് കാച്ചുന്ന സമയത്തേ ഉമ്മ വന്നിട്ട് പാല് കാച്ചുമല്ലോ, ആ സമയത്ത് ഇവർ ഫസ്റ്റ് കത്തിക്കുമ്പോൾ അത് കത്തിപ്പിടിക്കാൻ മനസ്സിന് ഒരു ഉണ്ടാവും, നല്ല സ്പീഡിൽ പാഞ്ഞു പോയത്. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ട് ഫ്ലോ കിട്ടണം. അതായത് എയർ കെട്ടിക്കെടുക്കുന്നത് ഒഴിവായിട്ട് സുഖമായിട്ട് കത്താൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു സൗണ്ടോട് കൂടിയിട്ട് എന്താവും, സൗണ്ട് ആക്കാന്നല്ലേ, ഈ സൗണ്ടോട് കൂടിയിട്ട് എന്താവും, നമ്മളടുപ്പ് കത്തും. അപ്പോൾ നാളെ കത്തിക്കാനും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിന്നെ ഞാൻ സാധാരണ പറയാറെന്താ വെച്ചാൽ, അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ സാധാരണ വിറകൊക്കെ കുക്കുമ്പോൾ വിറകൊന്ന് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊന്ന് കുറച്ച് കറുപ്പൂരോ കാര്യങ്ങളോ വെക്കുക. അതല്ലെങ്കിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് വെക്കുക. മണ്ണെണ്ണ ഒഴിച്ച് വെച്ചാൽ ഒരു ചിരട്ടക്കകത്ത് കുറച്ച് വെണ്ണീറിട്ടിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അടുപ്പിനകത്ത് വെച്ചിട്ട് അതിലേക്ക് തീ കൊളുത്തുകയാണെങ്കിൽ സുഖമായിട്ട് കത്തും. മറ്റെന്താ പറയുക, നമ്മൾ ഇതേമാതിരി ഇങ്ങനെ കത്തിച്ചിട്ട് കൊണ്ടുവരും, ഇവിടുന്ന് കത്തിച്ചിട്ട് ഇപ്പോൾ ലൈറ്റർ കത്തിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ കെട്ടുപോകുന്നൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നേരെ ആ ചിരട്ടയിലേക്കോ അതല്ലെങ്കിൽ കർപ്പൂരത്തേക്ക് തീ കൊളുത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് കത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ കത്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നമുക്കതിന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ചില ആളുകൾക്ക് ഉണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ ചിട്ടാട്ടോ. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതിനകത്ത് എയർ കളയാന്നുള്ളതാണ് ഒരു സിസ്റ്റം. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിതിന് മുകളിൽ പാത്രം വെച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മളിതിന് മുകളിൽ വെക്കുന്ന പാത്രം ഏതാണെങ്കിലും പാത്രം വെക്കുക, വെച്ചതിൻ്റെ ശേഷം തീ കൂട്ടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് അടച്ചു വെക്കണം. ഇത് അടച്ചു വെക്കുക എന്ന് വെച്ചാൽ, നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് അടച്ചു വെക്കരുത്. അതിന് പകരം ചെറിയൊരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പാൻ ഉണ്ടാവില്ലേ,
ഇതുപോലത്തെ ഒരു പുട്ടുംപാനിയോ അതല്ലെങ്കിൽ ചെറിയ ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് വേണം അടുപ്പ് യൂസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് റെഡ്യൂസർ ഉണ്ടാവും. റെഡ്യൂസർ വെച്ചിട്ട് ഇതിനകത്ത് റെഡ്യൂസർ നമ്മൾ തരുന്നുട്ടോ. റെഡ്യൂസർ അവർ എവിടെ വെച്ചെന്നറിയില്ല, അവർ കഴുകി വൃത്തിയാക്കിയിട്ട് എങ്ങോട്ടോ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ റെഡ്യൂസർ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു വെക്കാനുള്ളതാണ് ഇങ്ങനെ ടോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമ്മളിതുപോലെ പാത്രം വെച്ചിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത് എന്തിനാണോ, പാത്രം വെച്ചിട്ട് ഉപയോഗിക്കാൻ പറയുന്നതേ, പിന്നെ ചില ആളുകൾ തീ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്താകുന്ന അറിയാമോ, ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതിലേക്ക് തീ കൊളുത്തും. തീ കൊളുത്തി കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ തീയും പോകുമ്പോടെ മുകളിലേക്കൊക്കെ ഇങ്ങനെ വരുന്നൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, എന്ത് നേരെ പാത്രം വെച്ചിട്ട് എന്താക്കുക, തീ കൂട്ടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പാത്രം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെറിയൊരു പാത്രമാണ്, വലിയൊരു അടുപ്പാണ്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വരുന്ന ഈ ഹോൾ ഭാഗത്തേക്ക് കാണുന്നുണ്ടോ, ഈ ഹോൾ ഭാഗം മറിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് റെഡ്യൂസർ വെക്കാൻ പറയുന്നത്. റെഡ്യൂസർ ഇൻഷാ അല്ലാഹ് എല്ലാ അടുപ്പിലും നമ്മൾ ഈ 2 റെഡ്യൂസർ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ആ ബോക്സിനകത്തൊരു എയർ കളയുന്ന സിസ്റ്റം കൂടിയാണ്, അതുകൂടി ഞാൻ ജസ്റ്റ് കാട്ടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഭദ്രമായിട്ട് അടച്ച് വൃത്തിയാക്കി വെക്കുക. എന്തായാലും ഇതിൻ്റെ ബാക്കി പോകാൻ ഞാൻ പുറകുവശത്തുള്ളത് കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് നമ്മൾ ഈ അടുപ്പിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, ഈ അടുപ്പിൻ്റെ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ ബോക്സിൻ്റെ മുകളിൽ നമ്മുടെ പേരും നമ്പറും വെക്കാറുണ്ട് കേട്ടോ. സിദ്ദീഖ് കെട്ടി 7034 222 915 എന്നുള്ള നമ്പർ നമ്മൾ ഈ ബോക്സിന് മുകളിൽ വെക്കാറുണ്ട്. ഇത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്കൊരു ഗ്യാരണ്ടി പേപ്പർ പോലെ തന്നെ അത് ഉപയോഗം ചെയ്യും. കാരണം ഈ വീട് നിൽക്കുന്ന കാലം വരെ ഈ അടുപ്പുണ്ടാവും, ഈ അടുപ്പുള്ളിടത്തോളം കാലം ഇതിൻ്റെ മുകളിൽ ഈ ടോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ആരാ ചെയ്തെന്നുള്ളതിനുള്ള ഒരു തെളിവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ടോപ്പ് നമ്മൾ ഊരിയെടുത്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ എയർ കളയുന്നത് കേട്ടോ. ഈ ടോപ്പ് മെല്ലെ ഊരിയെടുക്കുക. ഇതിന് മുകളിൽ ഈ സ്റ്റിക്കർ ഉണ്ടാവും, ഇതേപോലെ ചീന്തി കളയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താക്കുക, ഒരു പേപ്പർ കത്തിച്ചിങ്ങനെ പിടിക്കുക. ഓക്കെ, കാണുന്നുണ്ടോ, തീ ഭാഗം കാണുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് എയർ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ പൈപ്പിനകത്ത്, ഈ പൈപ്പ് പിടിക്കുക, ഈ പൈപ്പിനകത്ത് എയർ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലേ ഇതിലിങ്ങനെ തീ കാണിച്ചു കഴിഞ്ഞാൽ എന്താവും, ആ എയർ സുഖമായിട്ടുണ്ട് പോവും. പോയി കഴിഞ്ഞാൽ എന്താവും, പണ്ടേ സൗണ്ടോട് കൂടി കേൾക്കുന്നില്ലേ, ഈ പേപ്പർ കത്തുന്ന സൗണ്ടോട് കൂടി. കാരണം അതിൻ്റെ ഫ്ലോ കറക്റ്റായി ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് ഇത് കത്തിക്കുന്ന സമയത്ത് ഒരു തടസ്സമില്ലാതെ കത്തിക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എയർ തള്ളിപ്പോവുക എന്നുള്ളത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എയർ തള്ളിപ്പോയി കഴിഞ്ഞാൽ ഇത് നാളെ കത്തിക്കാൻ എന്താവും, ഒരു തടസ്സമില്ലാതെ കത്തിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിനകത്ത് വല്ല കച്ചറയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ എന്താക്കി എടുക്കുക, അതെല്ലാം പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ ആ ടോപ്പ് ഇതുപോലെ എന്താക്കുക, ഇതുപോലെ ഭദ്രമായിട്ട് അടച്ചു വെക്കുക. ഈ ടോപ്പ് വെക്കുമ്പോഴേ ഇതിനകത്ത് ഗ്യാപ്പില്ല എന്ന് ഉറപ്പ് വന്നിട്ട്, അതായത് ഇങ്ങനെ ഇരിക്കരുതെന്ന് അർത്ഥം. അതായത് ഇങ്ങനെ പ്രസ്സാക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെ പ്രസ്സാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ എടുക്കേണ്ട. അപ്പോൾ എന്തായാലും നാളത്തെ ഹൗസ് വാമിങ് റാഹത്താവട്ടെ എന്ന് എല്ലാവരും ദുആ ചെയ്യുക. പിന്നെ എന്തായാലും നമ്മൾ അടുപ്പും ഈ വീടും ഈ വീടിനുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം റാഹത്താകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.